ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവർക്കും റമളാൻ മുബാറക്. അപ്പോൾ എല്ലാവരെയും നോമ്പൊക്കെ എവിടെ എത്തി ഉഷാറന്നാന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മൾ വീഡിയോ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ നോമ്പുതറ വിശേഷം കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പം അന്ന് 6ാമത്തെ നോമ്പാണ് കേട്ടോ. ഇതിപ്പോൾ എന്നാ പോസ്റ്റ് ആക്കാമെന്ന് അറിയില്ല. ചിലപ്പോൾ ഇന്ന് രാത്രി തന്നെ നോക്കാം, പറ്റെങ്കിൽ അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അപ്ലോഡ് ആക്കാൻ പറ്റാത്ത കാരണം ഒന്നാമത്തെ നോമ്പ് ക്ഷീണം, പിന്നെ നമ്മൾ നോമ്പ് തുറന്നാൽ എഡിറ്റും കാര്യങ്ങളൊന്നും നടക്കൂല. നിസ്കാരം കാര്യം കഴിയുമ്പോഴേക്കും 9-10 മണിയാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോക്ക് എക്സാം ഉണ്ട്, ഓളെ പഠിപ്പിക്കണം, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആകാൻ മതി, നമുക്ക് നോക്കാം. അതാ സാധനമൊക്കെ എനിക്ക് കൊണ്ടുതരാണ് കേട്ടോ. വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ എല്ലാം ആദ്യം എടുക്കണം, എന്നിട്ട് എൻ്റെ കൈ കൊണ്ടുതരണം. ഒക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് ആ കാര്യത്തിൽ നല്ല ഇൻട്രസ്റ്റാണ്. ഞാൻ എവിടെ ആണെങ്കിലും എന്നെ വിളിച്ചെൻ്റെ കൈ കൊണ്ടുതരണം, എന്നാലേ ഓക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ മിനി ഓലൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 4 മണി അസർ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറി ഞാനും ഉമ്മയും. അപ്പോൾ ഇന്ന് മന്തി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ വാഷ് ചെയ്ത്, പിന്നെ മന്തിൻ്റെ ചിക്കനല്ല കേട്ടോ, ഞാൻ കറിക്ക് വേണ്ടി വെട്ടിച്ചതായിരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞിരുന്നു മന്തി വെക്കാമെന്ന്. അതുകൊണ്ട് പിന്നെ ചെറിയ പീസല്ലായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ പാനിലേക്ക് ഇട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഫുഡ് കളറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളെ മാഗി ക്യൂബും ആക്കി ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. കുറച്ച് റെഡ് കളർ കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം, കുഴപ്പമില്ല. പിന്നെ എന്നാലും അത് കുക്കായി വന്നപ്പോൾ വലിയായിട്ട് റെഡൊന്നുമില്ല ഇനി കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുക്കുക. അതിലേക്ക് ഞാൻ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. പലരും പല ടൈപ്സിലാണ് വെക്കാറ്, ഞാൻ കാണാറുണ്ട് ഓരോരുത്തർ യൂട്യൂബിൽ. അപ്പോൾ മന്തി റെസിപ്പി സെർച്ച് ചെയ്യുമ്പോൾ പലരും പല രീതിക്കാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും ഇതുപോലാണ് വെക്കൽ. അതുകൊണ്ട് ഇതിങ്ങനെ എനിക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കും ഈ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓല് പറയും അതുപോലെ വെച്ചാൽ മതി, വേറെ റെസിപ്പി മാറ്റി പിടിക്കണ്ടെന്ന് പറയും. അങ്ങനെ അത് ഞാൻ പിന്നെ സ്റ്റൗവിൽ വെച്ച് കുക്കാവുണ്ടോയെന്ന് എടുക്ക് പോയി നോക്കും കേട്ടോ. അപ്പോൾ അതോ എൻ്റെ ഉക്കത്തിൽ കയറിയിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ കളിക്കുക, അപ്പോഴേക്ക് പിന്നെ ഞാൻ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഈസി കുക്കുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഏലക്കായും പിന്നെ കുരുമുളകും അതേപോലെ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ മാഗി ക്യൂബും ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ നിലത്ത് വെച്ചപ്പോൾ ഫ്രിഡ്ജ് ഒക്കെ സ്ഥിരമുള്ള പരിപാടിയാണ്. ഈ ഫ്രിഡ്ജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ എല്ലാ സാധനം എടുത്ത് വാരി വലിച്ച് പുറത്തേക്ക് ഇടുക. പറഞ്ഞാൽ കേൾക്കൂല, ലോക്കാക്കാനാണ് ഈ കീയും കാണുന്നില്ല. അങ്ങനെ ഏതായാലും ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പിന്നെ മന്തിൻ്റെ റൈസ് ഒന്ന് കേകി എടുക്കണം, അത് വാഷ് ചെയ്യണേ. അപ്പോൾ ഞാൻ കുറച്ച് അരി എടുത്തിട്ടുള്ളൂ, കാരണം നോമ്പ് തുറക്കുമ്പോഴേക്ക് കഴിക്കും, പിന്നെ അങ്ങോട്ട് ആരും കഴിക്കില്ല. പിന്നെ മോനെ എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ, 10 മണിയൊക്കെ ആവും കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചാൽ പിന്നെ 10 മണിയൊക്കെ ആകുമ്പോൾ ഓനൊരു മന്തി ആണെങ്കിലും കഴിക്കും, വേറെ ഒന്നും കഴിക്കൂല കേട്ടോ. പിന്നെ ഞാനായാലും മോളായാലും മരുവിന് മരുവിസ്കാരം കഴിഞ്ഞ് കഴിക്കുന്നതേ ഉള്ളൂ, പിന്നെ ഞങ്ങൾ കഴിക്കലില്ല. പിന്നെ എന്തെങ്കിലും കൂവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അതൊക്കെയാണ് കേട്ടോ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യൽ. അപ്പം മുത്തൊന്ന് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, മുത്ത് എല്ലാം എടുത്തിട്ടുണ്ട്, ഒന്നിട്ട് ഒഴിവാക്കിയിട്ടുള്ളൂ. പിന്നെ നോമ്പെടുക്കാനായില്ലല്ലോ, അതുകൊണ്ട് ഒക്കെ ഇഷ്ടമാണ്, ഇൻട്രസ്റ്റാണ്, പറയും ഇങ്ങനെ. പക്ഷെ നോറ്റാലുള്ളൊരു അവസ്ഥ നോക്കുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ അവധി ദിവസമൊക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നോൽപ്പിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. പകുതി വരെയൊക്കെ നോറ്റാൽ മതിയല്ലോ, ഉച്ചവരെ അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ നേരെ സ്റ്റോർ റൂമിൽ പോയി നമ്മളെ കായ് പിന്നെ നേന്ത്രപ്പഴം പഴുത്തിട്ടുണ്ടായിട്ടോ, പുക ഇട്ടിക്കുകയാണ്. ഇങ്ങനെ കൊല വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഇടലാണ് കേട്ടോ. അപ്പോൾ ആകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ 3 കായും എടുത്തിട്ടോ. നമുക്കിന്ന് സ്നാക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് പിന്നെ പോളല്ലേ, കായപ്പോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 കായ എടുത്ത് അതൊന്ന് കട്ട് ചെയ്യുകയാണേ. കായപ്പോളാണെങ്കിലും മുത്തിനും മിനക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ, പിന്നെ ഉമ്മക്കും ഇഷ്ടമാണ്. പിന്നെ എണ്ണക്കടി അങ്ങനെ അധികം ഉണ്ടാക്കലില്ല, എന്നാലും ഉണ്ട്, ഇല്ലയെന്നല്ല. കൂടുതലും ഒന്നുകിൽ പിസ്സ അല്ലെങ്കിൽ ഇതേപോലെ കായപ്പോള
പിന്നെ പഴംപൊരി ഉണ്ടാക്കും അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ എന്താ പറയുക എല്ലാം ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ നോമ്പ് ആകുമ്പോഴേക്ക് 4 മണിയാകുമ്പോഴേക്ക് എല്ലാം സെറ്റാക്കണമല്ലോ. അപ്പോൾ ഞാനൊരാളും ഉമ്മ അങ്ങനെ കറി കാര്യങ്ങളൊന്നും ഉമ്മല്ല ഉണ്ടാക്കൽ, ഞാൻ തന്നെയാണ്. പിന്നെ ഓരോ പണി ഉണ്ടാവും, അപ്പോഴേക്ക് ഞാൻ തന്നെ ടയേർഡാവും കേട്ടോ. പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ തന്നെ മടിയാണ്. ആരെയും ഉണ്ടാക്കി തിന്നാൽ നല്ലോണം വയറ് നിറച്ച് കഴിക്കും, പക്ഷേ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാവില്ല, അപ്പോഴേക്ക് തന്നെ ടയേർഡാവും. അതുകൊണ്ട് പിന്നെ ആക്കും പോലെ ഞാൻ എനിക്കാകുന്ന രീതിയിൽ ചെറിയ ചെറിയ റെസിപ്പീസൊക്കെയാണ് നോക്കൽ. അങ്ങനെ ഞാൻ പാന് വെച്ചു, അതിലേക്ക് നെയ്യിട്ടു, എന്നിട്ട് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ധോനെ പോയി നോക്കിയതാണ്, ആൾ വെള്ളത്തിൽ നല്ല കളിയിലാണ്. അടുക്കളയിലെ ഗിൽസ് ഞാൻ എപ്പോൾ പൂട്ടിട്ടാലും ആരെങ്കിലും ഒന്ന് തുറന്നാൽ ആ ഗ്യാപ്പിൽ ഓള് ചാടും കേട്ടോ. എന്നിട്ട് പേടിയാണ്, റോഡുമലേക്കൊക്കെ പോയിക്കാളും. ഒരു വട്ടം അങ്ങനെ പോയി പിടിച്ചതാണ്. വണ്ടിയൊക്കെ വരുന്നല്ലേ, പേടിയാണ്. എത്ര പറഞ്ഞാലും കേൾക്കൂല, പിന്നെ കേൾക്കുന്ന പ്രായമല്ലല്ലോ, നമ്മൾ ശ്രദ്ധിക്കാമെന്ന് മാത്രം. അപ്പോൾ വെള്ളത്തിൽ നല്ല കളിയിലാണ്, തലയിലൊക്കെ പാരുന്നുണ്ട്. അങ്ങനെ പറയുകയും ഞാൻ കേട്ടോ. അങ്ങനെ പിടിച്ച് ഉള്ളിലേക്കാക്കി. പിന്നെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കണം, നമ്മളെ കായപ്പോളയിലേക്കുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാൻ 2 എഗ്ഗാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളെ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇതാവണം കേട്ടോ, ഞെമ്മിണ്ട മനസ്സിലായില്ലേ, അത് ചെയ്തിട്ട് നമ്മൾ വാട്ടിയ പാൻ തന്നെ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ലെവലാക്കുക കേട്ടോ. സോസ് പാനാണ് ഏറ്റവും നല്ലത്, അതിൻ്റെ കയ്യിലില്ല, അവിടെ എൻ്റെ അടുത്തുണ്ട്, അതിന് ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ പരന്ന പാനാണ്, എന്നിട്ട് നല്ല കട്ടിയിൽ കിട്ടൂല, തിക്ക് കൂടി കിട്ടണമെങ്കിൽ നമുക്ക് സോസ് പാനാണ് ഏറ്റവും നല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലാകുമ്പോൾ ഇങ്ങനെ പരന്നു പോകും കേട്ടോ. അത് ഞാൻ സിമ്മിലാക്കി അടിയിലൊരു തട്ടൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചപ്പോഴേക്ക് നമ്മളെ മന്തി റൈസ് കുക്കായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഊറ്റി ഒരു 10 മിനിറ്റോളം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ദമ്മിടുന്നത്. അപ്പം ഞാൻ റൈസൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. എന്നിട്ട് ഫസ്റ്റ് ഞാൻ ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ചതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടാവില്ല, അതാട്ടോ ഒഴിച്ചത്. പിന്നെ ഉള്ളത് നമ്മളൊരു ഫുഡ് കളർ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊന്ന് സ്മോക്ക് ചെയ്യിപ്പിക്കുകയാണ്, നന്നായിട്ട് തന്നെ സ്മോക്ക് ചെയ്യിപ്പിക്കട്ടോ. നമുക്ക് ആ അടപ്പ് ഇങ്ങോട്ട് ഊരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അല്ലേ. ആ സ്മെല്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞാനിങ്ങനെ മണപ്പിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മളതാ കായപ്പോളം ഇവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. 20 മിനിറ്റാണ് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തട്ടൊക്കെ വെച്ച് സെറ്റാക്കി സിമ്മിലിട്ട് വെച്ചതാണ് കേട്ടോ. പുറത്ത് ഉമ്മാൻ്റെ സ്പെഷ്യൽ വാഴക്കക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ അതിലേക്ക് തേങ്ങ അരപ്പൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ നമ്മളെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പത്തിരി ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. ഉമ്മക്കും പത്തിരി വേണം, വാപ്പക്കും. പിന്നെ കറിയും ആണല്ലോ അവർക്ക്. ഞങ്ങൾക്ക് മന്തിയാണ്, ചിക്കൻ മന്തി ആണല്ലോ ഓല് കഴിക്കുമല്ലോ കേട്ടോ. അങ്ങനത്തെ മന്തി ബിരിയാണി ഒന്നും കഴിക്കുമല്ലോ, അവർക്ക് നാടൻ ഫുഡിനാണ് കൂടുതലും ഇഷ്ടം. അതുകൊണ്ട് അവർക്കുള്ളത് വേണ്ട, ഞങ്ങൾക്കുള്ളത് മാത്രമേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതിനു. അപ്പോൾ ഇന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കും കേട്ടോ. അതിനുള്ള മിക്സാണ് ഇപ്പോൾ റെഡിയാക്കി. ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് പാൽ കലക്കി വെച്ചു. എന്നിട്ടൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ തിള വരുമ്പോൾ നമുക്ക് കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, എന്നിട്ട് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. കട്ട പിടിച്ചോ അല്ലെ അരി കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോൾ ഒന്ന് സ്റ്റൗ ഓഫാക്കുക കേട്ടോ. ഞാനിവിടെ എടുത്ത ഫ്രൂട്ട്സുകൾ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ അനാറ്, അതേപോലെ നേന്ത്രപ്പഴം, പിന്നെ ആപ്പിളും ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇതൊക്കെ ഉള്ളതിനും അങ്ങനെ അതൊക്കെ കട്ടാക്കി വെച്ച് അപ്പോഴേക്കും നമ്മളെ കായപ്പോളം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതില്ലേ പറഞ്ഞില്ലേ കട്ടി കുറച്ച് കുറവാണ്, എന്നാലും കട്ടി ഉണ്ട്. സോസ് പാനിൽ വെക്കുമ്പോൾ നല്ല കേക്കിൻ്റെ അത്ര രീതിയിൽ പൊങ്ങി വരും കേട്ടോ. ഇത് മറ്റേ പാനിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ പരന്നു പോയി. അപ്പോൾ ഞാൻ ആ മിക്സിലേക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ഈ ഫ്രൂട്ട്സൊക്കെ ഇടാവും കേട്ടോ. അപ്പോൾ ഞാൻ ചൂട് തണിയാൻ വേണ്ടി ഫാനൊക്കെ ഇട്ട് പോയത്. അങ്ങനെ ചൂടൊക്കെ തന്നതിന് ശേഷം ഞാൻ അതിലേക്ക് എല്ലാ ഫ്രൂട്ട്സും ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കിട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം വിട്ടുപോയി, പഞ്ചസാര ഇടണം കേട്ടോ. അത് ഞാൻ ഈ പാല് റെഡിയാക്കിയപ്പോൾ ഞാൻ ഓൾറെഡി അതിലിട്ടിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് നന്നായിട്ട് ആക്കിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമേ കഴിക്കാവൂ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ.
അങ്ങനെ അടുക്കളയിൽ നിറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേഗം തന്നെ കേകി ടേബിൾ മേൽ നമ്മൾ ഫുഡൊക്കെ നിരത്തി വെക്കാൻ സമയമായിട്ടുണ്ട്. ബാങ്ക് വിളിക്കാനായി. ബൗളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്കൊക്കെ അതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ദുവ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ടായി. അങ്ങനെ ദുവക്ക് ഞാൻ കുറച്ച് പ്ലേറ്റിലാക്കി കൊടുത്തോളം അങ്ങനെ അവിടുന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ബാങ്ക് വിളിയും കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ റന്നും മിനി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാക്കൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അങ്ങനെ നോമ്പ് നിർന്നിട്ടായിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ മന്തി കോൽക്ക് വിളമ്പി കൊടുത്തിട്ടോ. അങ്ങനെ ഓല അവിടുന്ന് കഴിക്കുന്നുണ്ട്. ശേഷം നമ്മൾ കാരക്കൊണ്ട് നോമ്പ് മുറിച്ച് ഇന്ന് കുകവെള്ളമുണ്ട് ക്ഷീണ കറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ഫ്രൂട്ട് സലാഡ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോയി നിസ്കരിക്കാൻ പോയി. ശേഷമാണ് കേട്ടോ മന്തിയൊക്കെ കഴിച്ചത്. അപ്പോൾ അത്രയൊക്കെയുള്ള നമ്മൾ ഇഫ്താർ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ